10 മിനിറ്റ് മാത്രം AI ഉപയോഗിച്ചാൽ പോലും അത് മനുഷ്യരുടെ ചിന്താശേഷി കുറയ്ക്കുമെന്ന ഞെട്ടിക്കുന്ന പഠന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. നമസ്കാരം, ഞാൻ ജാസ്മിൻ. നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ ഇന്ന് മനുഷ്യരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും അതിവേഗം കടന്നു കയറി വരികയാണ്. വിവരങ്ങൾ കണ്ടെത്താൻ, സംശയങ്ങൾക്ക് മറുപടി ലഭിക്കാൻ, പഠനത്തിനും ജോലികൾക്കും സഹായം നേടാൻ എന്നിങ്ങനെ ഇന്ന് കോടിക്കണക്കിന് ആളുകൾ ChatGPT, ക്ലൗഡ്, ജെമിനി പോലുള്ള AI പ്ലാറ്റ്ഫോമുകളെ ആശ്രയിക്കുന്നു. എന്നാൽ ഇത്തരം സൗകര്യങ്ങളുടെ പിന്നിൽ മനുഷ്യന്റെ ചിന്താശേഷിയെ ബാധിക്കാനിടയുള്ള വലിയൊരു അപകട സാധ്യത മറഞ്ഞിരിക്കുന്നുവെന്ന മുന്നറിയിപ്പാണ് പുതിയ ഗവേഷണ ഫലങ്ങൾ നൽകുന്നത്. കാർണഗി മെലോൺ യൂണിവേഴ്സിറ്റി, MIT, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, ലോസ് ആഞ്ചലസിലെ കാലിഫോർണിയ യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ നിന്നുള്ള ഗവേഷകർ നടത്തിയ പഠനത്തിലാണ് ഈ വിഷയത്തെ സംബന്ധിച്ച നിർണായക വിവരങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. വെറും 10 മിനിറ്റ് നേരം പോലും AI സഹായം ഉപയോഗിക്കുന്നത് മനുഷ്യന്റെ സ്വതന്ത്ര ചിന്താശേഷിയെയും പ്രശ്നപരിഹാര ശേഷിയെയും പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ഈ പഠനം ചൂണ്ടിക്കാട്ടുന്നത്. 100 കണക്കിന് ആളുകളെ ഉൾപ്പെടുത്തി നടത്തിയ പഠനത്തിൽ പങ്കെടുത്തവർക്ക് ഗണിത പ്രശ്നങ്ങളും വായനയെ അടിസ്ഥാനമാക്കിയുള്ള ടാസ്കുകളും നൽകുകയുണ്ടായി. ചിലർക്ക് AI അസിസ്റ്റന്റുകളുടെ സഹായവും അനുവദിച്ചു. എന്നാൽ പിന്നീട് അപ്രതീക്ഷിതമായി AI സഹായം പിൻവലിച്ചപ്പോൾ AIയെ ആശ്രയിച്ചിരുന്നവരിൽ വലിയ മാറ്റമാണ് ഗവേഷകർ ശ്രദ്ധിച്ചത്. സ്വതന്ത്രമായി ഉത്തരങ്ങൾ കണ്ടെത്താനുള്ള ശ്രമം കുറയുകയും പലരും തെറ്റായ ഉത്തരങ്ങൾ നൽകുകയും ചെയ്തു. AI ഇല്ലാതെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ആത്മവിശ്വാസം പോലും കുറയുന്നതായി കണ്ടെത്തി. AI അസിസ്റ്റൻസ് റെഡ്യൂസസ് പെർസിസ്റ്റൻസ് ആൻഡ് ഹേർഡ്സ് ഇൻഡിപെൻഡന്റ് പെർഫോമൻസ് എന്ന പേരിലാണ് ഗവേഷകർ തങ്ങളുടെ ഈ പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. മൈക്കിൾ ബക്കർ, ഗ്രേസ് ലിയു, ബ്രയാൻ ക്രിസ്റ്റ്യൻ, സെറ്റോമിറ ഡബൽസ്ക, രജിത് ദുബെ എന്നിവരാണ് AI ഉപയോഗത്തെ സംബന്ധിച്ച ഈ ഗവേഷണത്തിന് നേതൃത്വം നൽകിയത്. ഈ ഗവേഷണത്തിന്റെ പ്രധാന കണ്ടെത്തൽ AIയുടെ ഉപയോഗ രീതിയുമായി ബന്ധപ്പെട്ടതാണ്. ടാസ്കുകൾക്ക് നേരിട്ട് ഉത്തരങ്ങൾ കണ്ടെത്താൻ AIയെ ഉപയോഗിച്ചവരിലാണ് പ്രശ്നങ്ങൾ കൂടുതൽ കണ്ടെത്തിയത്. എന്നാൽ ചെറിയ സൂചനകൾക്കോ സംശയ നിവാരണത്തിനോ വേണ്ടി മാത്രം AIയെ ഉപയോഗിച്ചവരിൽ ചിന്താശേഷിക്ക് വലിയ തിരിച്ചടി ഉണ്ടായിട്ടില്ല എന്നതും ഈ ഗവേഷകർ ശ്രദ്ധിച്ചു. അതായത് AI സഹായക ഉപകരണമാകുമ്പോൾ അത് പ്രയോജനകരമാണ്. പക്ഷേ മനുഷ്യന്റെ പകരക്കാരനായി മാറുമ്പോൾ പ്രശ്നങ്ങൾ തുടങ്ങുന്നുവെന്നാണ് ഗവേഷകർ വിലയിരുത്തുന്നത്. AIയെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് നിരോധിക്കണമെന്നല്ല ഈ പഠനത്തിന്റെ ലക്ഷ്യമെന്ന് MITയിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ മൈക്കിൾ ബക്കർ വ്യക്തമാക്കുന്നു. പകരം AI ഉപയോക്താക്കളെ സ്വയം ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലായിരിക്കണം AI സഹായം തേടേണ്ടതെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഉടൻ ഉത്തരങ്ങൾ നൽകുന്നതിനു പകരം ചോദ്യങ്ങൾ ചോദിക്കാനും ചിന്തിക്കാനും പഠിക്കാനും ഉപയോക്താവിനെ പ്രാപ്തനാക്കുന്ന രീതിയിലാണ് AI വികസിപ്പിക്കേണ്ടതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ഇന്ന് സ്കൂളുകളിലും കോളേജുകളിലും ഓഫീസുകളിലും AIയുടെ ഉപയോഗം അതിവേഗം വർദ്ധിച്ചു വരികയാണ്. വിദ്യാർത്ഥികൾ അസൈൻമെന്റുകൾ തയ്യാറാക്കാൻ, ജോലിക്കാർ റിപ്പോർട്ടുകൾ എഴുതാൻ, ഗവേഷകർ വിവരങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി എല്ലായിടങ്ങളിലും AI സാന്നിധ്യമുണ്ട്. ഇത് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുമ്പോഴും മനുഷ്യരുടെ അടിസ്ഥാന കഴിവുകൾ ക്രമേണ ക്ഷയിക്കുന്നതിനിടവരുത്തുമെന്ന ആശങ്കയാണ് ശക്തമാകുന്നത്. നിർമ്മിത ബുദ്ധിയുടെ അപകടങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലരും മനുഷ്യരെ മറികടക്കുന്ന അത്യാധുനിക യന്ത്രങ്ങളെയാണ് സങ്കല്പിക്കുന്നത്. എന്നാൽ യഥാർത്ഥ അപകടം അതല്ലെന്നും മനുഷ്യർക്ക് സ്വയം ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുത്തുന്നതാണ് കൂടുതൽ ഭീഷണിയെന്നും ഈ പഠനം മുന്നറിയിപ്പ് നൽകുന്നു. സൗകര്യത്തിനായി നാം ഉപയോഗപ്പെടുത്തുന്ന സാങ്കേതിക വിദ്യ തന്നെ കാലക്രമേണ നമ്മെ കൂടുതൽ ആശ്രിതരാക്കുകയും മാനസികമായി ദുർബലരാക്കുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നിരുന്നാലും AIയെ ഭയക്കേണ്ടതില്ലെന്നും അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് മനുഷ്യ ജീവിതത്തിന്റെ ഭാവി നിർണയിക്കപ്പെടുക എന്നും ഗവേഷകർ വിശദീകരിക്കുന്നു. മനുഷ്യന്റെ ചിന്താശേഷിയെ ശക്തിപ്പെടുത്തുന്ന രീതിയിലായിരിക്കണം സാങ്കേതിക വിദ്യയുടെ ഉപയോഗമെന്നും അതല്ലെങ്കിൽ നിർമ്മിത ബുദ്ധിയുടെ വളർച്ച മനുഷ്യബുദ്ധിയുടെ ക്ഷയത്തിലേക്ക് നയിക്കാമെന്നും ഈ പഠനം മുന്നറിയിപ്പ് നൽകുന്നു. വാർത്തയുടെ നിറം തേടി തനിനിറം.